ഇപ്പോൾ എപ്പോഴത്തെ ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ശബ്ദം വരുമ്പോഴേ പേടിക്കും. അതാണ് ശകലം നേരം ബൈബിള് പ്രസംഗിക്കുകയാണ്. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവർ, നിങ്ങൾ യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരല്പസമയം മാത്രം ഈ കാലഘട്ടത്തെ ആസ്പദമാക്കി തിരുവെഴുത്ത് പറയുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയെ നാം എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു വരാറായി എന്ന് ഇന്ന് ലോകമെമ്പാടും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യനെ കഴിഞ്ഞും അനുസരണമാണെന്ന് മനുഷ്യൻ ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങൾ. മനുഷ്യനോട് ദൈവം പറയുകയാണ്, നീ ഇപ്രകാരം ജീവിക്കണം, ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ മനുഷ്യനത് അനുസരിക്കുന്നില്ല. എന്നാൽ ഒരു മിസൈലിനോട് പറയുകയാണ്, നീ ഇന്ന സ്ഥലത്ത് പോയി അവിടെ പൊട്ടിത്തെറിക്കുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യണമെന്ന് മനുഷ്യൻ പറയുമ്പോൾ ആ ജീവനില്ലാത്ത വസ്തു അത് ഏറ്റെടുത്തിരിക്കുന്ന അതിലർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തെ പൂർണ്ണമായും നടപ്പാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും അധികം മനസ്സിലാക്കുവാൻ കഴിയുന്നത് തിരുവെഴുത്ത് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളൊക്കെയും ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഒരുങ്ങിയിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവുമൊക്കെ സുലഭമായി ലഭിക്കും. അതൊക്കെയും മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്നതാണ് എന്ന് അറിയാമെങ്കിൽ പോലും മനുഷ്യൻ അതൊക്കെയും ധാരാളമായി ഉപയോഗിക്കുകയും നശിച്ചു പോകുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ആയതിനാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നതായ ഓരോ പ്രവചനങ്ങളും നമ്മുടെ കൺമുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരെത്ര നാൾ ജീവിച്ചിരിക്കും, ഒരു മനുഷ്യന്റെ ആയുസ് എത്ര എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആയതിനാൽ നമുക്ക് ഇവിടുത്തെ ജീവിതം മാത്രമല്ല ഉള്ളത് എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും അവസാനിച്ചു പോകുന്നില്ല. കാരണം മനുഷ്യന്റെ ആത്മാവിന് നാശമില്ല. അത് നമ്മളിലേക്ക് നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം ഇപ്പോൾ തന്നെ
ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. അതിനാണ് ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന്. യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസം നിമിത്തമല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്പസമയം പ്രിയമുള്ളവരും, അല്പസമയം നിങ്ങളോട് തിരുവെഴുത്തിലെ 2 വാക്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം പറയുന്നത്, ആകയാൽ ഞാൻ ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത്, വായുവിൽ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോസ്തലൻ. കാരണം എന്ത് എന്ന് ചോദിച്ചെന്നാൽ, അതിശക്തനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്, അല്ലെങ്കിൽ ശൗലെന്ന് പേരുള്ള മനുഷ്യൻ. വലിയ ധനവാൻ, അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആദ്യം തൻ്റെ ജീവിതം നടത്തത് അല്ലെങ്കിൽ നയിച്ചത് മതപരമായ ചിന്തകൾ അദ്ദേഹത്തിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിരുന്നു എന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം മഹാപുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ ഉന്നതന്മാരായ മനുഷ്യരുടെ അധികാരപത്രം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിലുള്ള സകല യേശുക്രിസ്തുവിലുള്ള വിശ്വാസികളെയും തകർക്കുക, അവരുടെ വിശ്വാസത്തെ തകർത്ത് കളയുക, അവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം തടസ്സപ്പെടുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം യെരുശലേമിൽ മുഴുവൻ ഉണ്ടായിരുന്ന സകല വിശ്വാസികളെയും അവിടെ നിന്നൊക്കെയും അവരുടെ വിശ്വാസ ജീവിതത്തെ താറുമാറാക്കി അവർ ദൈവത്തിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുൻപോട്ട് നയിച്ചപ്പോൾ സ്തെഫാനോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ വരെ കൊല്ലുവാനുള്ള നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ശൗലെന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഇവിടെ പറയുകയാണ്, ഞാൻ ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത് എന്ന്. കാരണം യെരുശലേമിലുണ്ടായിരുന്ന സകലരെയും അപ്രകാരം നിർവീര്യമാക്കിയതിനു ശേഷം അദ്ദേഹം ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്കും തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് യേശുക്രിസ്തു അദ്ദേഹത്തെ പിടിക്കുന്നതും യേശുക്രിസ്തുവുമായി യേശു കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ യേശു സംസാരിച്ചതിന് ശേഷം യേശുവിൻ്റെ വാക്കുകൾ പൗലോസിനെ സ്വാധീനിക്കുകയുണ്ടായി. അവിടെ മുതലാണ് പൗലോസ് യാഥാർത്ഥ്യമായ ഓട്ടം തുടങ്ങുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത് എന്ന്. ഇതുവരെയും അദ്ദേഹം മതപരമായ കാര്യങ്ങൾക്ക്, ചിന്തകൾക്ക് അതിനുവേണ്ടി ഓടിയെങ്കിൽ ഇപ്പോൾ ഇനി മുതൽ ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യനാണ് എന്ന് തെളിയിക്കുമ്പോഴാണ് ഈ ഓട്ടത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടം ലക്ഷ്യത്തിലേക്കാണോ എന്ന് നാം പലപ്പോഴും പരിശോധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നാം ലക്ഷ്യത്തിലേക്കാണോ ഓടുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നാം നമ്മെ തന്നെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് ചുറ്റുപാടുകളെ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് ശരിക്കും അനുസരണയുള്ള തലമുറ ആണോ നമ്മുടെ മുൻപിൽ ഉള്ളത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ തെറ്റിപ്പോകുവാനുള്ള സകല സാധ്യതകളും സാഹചര്യങ്ങളും ഇന്ന് അവരുടെ മുൻപിലുണ്ട്. അതിന് ഇപ്രകാരം പറയുവാൻ കഴിയും. ഒരു മനുഷ്യൻ വലിയ മനുഷ്യനാണെങ്കിലും ചെറിയ മനുഷ്യനാണെങ്കിലും ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുകയും
ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ലോകത്തെ വെറുക്കുന്നു. അതായത് ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തി ലോകത്തെ വെറുക്കുകയും ലോകത്തോടു കൂടെ ചേർന്ന് നടക്കുന്ന വ്യക്തി ദൈവത്തെ മറക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായ വശം. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത്, ഇതുവരെയും ലക്ഷ്യമില്ലാതെ ഓടിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ഓടുന്നത് ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിത്യജീവന്റെ ഉറവിടമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം തന്നാലാകും വിധം ഈ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഉള്ള ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. കാരണം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തതായി ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്, ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. കാരണം പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. അത് ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ലതുപോലെ ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തെ പൗലോസ് അപ്പോസ്തലൻ മുഷ്ടിയുദ്ധത്തോട് ഉപമിക്കുകയാണ്. പ്ലീസ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമുണ്ട്. നമുക്കൊരു ചുവട് പോലും മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മുഷ്ടിയുദ്ധം ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനിവിടെ പറയുന്നത് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇതുവരെയും മുഷ്ടിയുദ്ധം ചെയ്തത് വെറുതെ ആയിരുന്നു. കാരണം യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അത് ഇവിടെ അപ്പോസ്തലന് മനസ്സിലായി. അപ്പോൾ ഇതുവരെയും അപ്പോസ്തലൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല, മുഷ്ടിയുദ്ധം ചെയ്തെങ്കിലും അത് വെറുതെയായിരുന്നു, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവനുള്ളവന്റെ അടുത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശത്രുവിന് വിരോധമായി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്, ഇതുവരെയും ഞാൻ ചെയ്ത യുദ്ധങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നിർജീവമായിരുന്നു, നിർജീവ പ്രവർത്തികളോടായിരുന്നു എന്ന് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന്. ഓരോ മനുഷ്യനും പാപത്തോട് പോരാടേണ്ടി വരും അവരുടെ ജീവിതത്തിൽ. കാരണം ബൈബിൾ പറയുന്നു, മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ഓരോ മനുഷ്യന്റെയും ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെയും ആത്മാവ് നിത്യനാശത്തിൽ പോകാതെ അവർ നിത്യജീവൻ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നതും 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ചതും 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിലെ ക്രൂശിൽ ആയിരുന്നതും ഒക്കെയും നാം അറിഞ്ഞിരിക്കുന്നു, കാണിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന്. കാരണം നമ്മുടെ പ്രാണൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നാം ശത്രുവിനോട് പോരാടേണ്ടതുണ്ട്. കാരണം ശത്രു നമ്മളെ എപ്പോഴും നാശത്തിലേക്കും നമ്മെ നശിപ്പിച്ചു കളയുവാനും വേണ്ടിയുള്ള എല്ലാം ഈ ലോകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ നാം യാത്ര ചെയ്ത് പോകുമ്പോൾ, അത് നോക്കി നാം ജീവിക്കുമ്പോൾ, ദൈവത്തിന് വിരോധമുള്ള കാര്യങ്ങളാണ് നാം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം.
യേശു കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് പാപവും നന്മയും തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതിനാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആണ് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിക്ക് ഇപ്രകാരം പ്രാണത്യാഗത്തോടും പാപത്തോട് പോരാടുവാൻ കഴിയും. പാപമെന്ന് പറയുന്നത് നിസാരമാണെന്ന് ആരും കരുതരുത് പ്രിയമുള്ളവരെ. ഏത് സമയത്തും നാം അതിൻ്റെ കെണിയിൽ പെട്ടുപോകും. അത് നമ്മെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മനുഷ്യന്റെയും ബുദ്ധിക്കോ ബലത്തിനോ കഴിയുകയില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നാം ജീവിക്കണം. ആ ആത്മാവ് നമ്മെ നയിക്കണം. ആ ആത്മാവ് നമ്മെ പാപത്തെയും നന്മയെയും വേർതിരിച്ച് കാണിക്കും. അപ്പോഴാണ് നാം പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടും എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയുവാൻ ഇടയായി തീരുന്നത്. അപ്പോസ്തലന്റെ ജീവിതത്തിൽ അനേകം സാഹചര്യങ്ങൾ പൗലോസ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതൊക്കെയും ദൈവത്തിന് വിരോധമുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിനെ അറിഞ്ഞപ്പോൾ മുതൽ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം നീക്കിവെക്കുകയും കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ജയിലിലെ അതുപോലെ തന്നെ ഒടുവിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നതും യേശു കർത്താവിന് വേണ്ടിയായിരുന്നു. അങ്ങനെ പ്രാണത്യാഗത്തോടും നാം പാപത്തോട് പോരാടി നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ ദൈവത്തോടു കൂടെ ആൽപ്പിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ വലിയ അനുഗ്രഹമായി എന്നും എപ്പോഴും ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.